ഗൈസ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ഗൈഡെന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനാഥ്. ഇനി ഞാനിവിടെ വന്നിരിക്കുന്നത് ചെറിയൊരു ട്രിക്കുമായിട്ടാണ്. അതായത് നമുക്ക് എങ്ങനെ ഇങ്ങനത്തെ ഒരു ലോക്കിനെ, ഓക്കെ ഇതൊരു ലോക്കല്ലേ, ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ നശിപ്പിക്കുക, അങ്ങനെയല്ല ഇതെങ്ങനെ നമുക്ക് ഈ ലോക്കിനെ അങ്ങനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാനും പറ്റില്ല, ക്ലോസ് ആക്കാനും പറ്റില്ല, അല്ലെങ്കിൽ ഇതിനെ ഫുൾ സ്ക്രീൻ ആക്കാനും പറ്റില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് എങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കാം എന്നുള്ള ഒരു ചെറിയൊരു കിടിലം വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പണി ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് മിനിമൈസ് ചെയ്യണം. അതായത് എന്താക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടൊന്ന് മിനിമൈസ് ആവും. ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക, അത് അങ്ങനെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് ടാബ് ഒന്ന് വന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു വെള്ള ടാസ്ക് ബാറിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലുണ്ടായ ബാക്കിയുള്ള ഭാഗം അതിൻ്റെ പുറത്തേക്ക് പോയി. ഇനി ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടാസ്ക് ബാർ അല്ലെങ്കിൽ ടൂൾ ബാർ ഇതിലേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, റൈറ്റ് ക്ലിക്ക്. അപ്പോൾ ഇതിൽ നല്ലോണം ഓപ്ഷനുകൾ വരും. ടൂൾ ബാർ, സെർച്ച്, ഷോ കോർട്ടന ബട്ടൺ, വ്യൂ ഓൺ ടാസ്കർ, അങ്ങനത്തെ നല്ലോണം ഓപ്ഷനുകൾ വരും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാസ്കേഡ് വിൻഡോസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണ്, കണ്ടില്ലേ? ഇത്രയാണ്, ചെറിയ സിമ്പിളായിട്ടുള്ള പണി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനാണെങ്കിൽ നല്ലോണം ടെൻഷൻ അടിച്ചു പോയി, ഇത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരു പിടിയും ഇല്ല. അപ്പോൾ ഞാൻ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്തു. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടിയത്. എന്നിട്ട് ഇതിനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കിയത്. സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സംഭവം ചെറിയൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ഒരു ലോക്കിനെ അൺലോക്ക് ചെയ്യൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ശ്രീനാഥ് സൈനിങ് ഔട്ട്.